نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാത്തിരുന്ന മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി ഫോർ ദ ഫൈറ്റ്? റെഡി ആണോ നിങ്ങള്? അപ്പോ നേരെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നേക്കാം, നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാഠം മുഴുവൻ എടുത്ത് പോകുന്നൊന്നുമില്ല. ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ മുന്നേ കാണുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. എന്ത് ചെയ്യാറില്ല, നമ്മൾ പാഠം മുഴുവനായിട്ട് എടുത്തു പോകാറില്ല. പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അവിടെ മാർക്ക് ചെയ്യും. അത് മാർക്ക് ചെയ്തിട്ട് ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടാകുന്നത്. ഇനി പാഠം മുഴുവൻ എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട. അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളി. യെസ് ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഗിവ് മീ എ ലൈക്ക്. ഓക്കെ, അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും കൂടെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ഡ്രീംസ് എന്ന് പറയുന്ന യൂണിറ്റ് 4നെ പറ്റിയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഓൾറെഡി ലേൺഡ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. വി ആർ ഓൾറെഡി ലേൺ ദിസ് ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങളാണ് എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. നേരെ ഞാൻ പോവുകയാണ്. നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റിയിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ടീച്ചർ ലിസൺ യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ആൻസർ കേട്ടോ. അപ്പോൾ അതായത് നിങ്ങളുടെ ടീച്ചർ ലിസൺ ചെയ്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ആൻസർ ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലൊരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ 5 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാരഗ്രാഫ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയണം. അതാണ് 5 ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങളോടൊരു ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളോടൊരു റിഡിൽ ചോദിക്കാം, ആഡ് മോർ ലൈൻസ് ചോദിക്കാം, കോൺവെർസേഷൻ ചോദിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ വരുന്നത്. എന്താണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. റെഡി ആണോ? ആർ യു റെഡി ഫോർ ദ ഫൈറ്റ്? ഓക്കെ, റെഡി. അപ്പൊ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 2ലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആക്ടിവിറ്റി 2യിലൂടെ നമ്മളൊരു പെറ്റിനെ പറ്റി പറയും. വി ഹാവ് സോ മെനി പെറ്റ്സ് അല്ലെ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ ഉണ്ട്. സംതിങ് ഡോഗ്സ്, കാറ്റ്സ്, റാബിറ്റ്സ് അല്ലെ. അങ്ങനെ ലൈക്ക് ദാറ്റ് അതുപോലെയുള്ള ഒരുപാട് പെറ്റ്സ് നമുക്കറിയാം അല്ലെ. നമുക്കുണ്ട് അല്ലെ. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ടോട്ടുവിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ടോട്ടു ഈസ് മൈ പെറ്റ് ഡോഗ്. ടോട്ടു എൻ്റെ പെറ്റ് ഡോഗ് ആണ്. ഹീ ഈസ് വെരി ഫ്രണ്ട്ലി അല്ലേ. അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹീ ഈസ് സോ ലോയൽ. അവൻ ഭയങ്കര ലോയലാണ്. ടോട്ടു ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. അവൻ എൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അല്ലേ. കളിക്കാൻ ഇഷ്ടമാണ് അവന്. ഹീ ലൈക്സ് ടു ഈറ്റ് മീറ്റ് അല്ലേ. മീറ്റ് കഴിക്കാൻ അവന് ഇഷ്ടമാണ്. ഹീ വാക്സ് ഹിസ് സ്റ്റൈൽ ഓൾവേസ്. അവൻ്റെ വാൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സമയത്തും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം, ഈ ഒരു ഡോഗിനെ, ഒരു പപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പെറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് തൊട്ട് താഴെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെറ്റ്, അതായത് നമ്മുടെ വീട്ടിൽ സോ മെനി പെറ്റ്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റ്സുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റ്സ്, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സാധനം, ഇനി ഒന്നുമില്ലെങ്കിലും ഈ ടോട്ടുവിനെ പറ്റിയിട്ട് സംഭവമല്ലേ, ഇതെന്നെ പഠിച്ചിട്ട് പോവുക, ഇതെന്നെ അങ്ങോട്ട് എഴുതുക. എൻ്റെ വീട്ടിൽ നായുണ്ട്, നായുണ്ട്. നമുക്ക് പെറ്റിനെ പറ്റിയിട്ട് എഴുതാനോ ആരും വന്ന് നോക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നായുണ്ടോ അല്ലെങ്കിൽ പൂച്ച ഉണ്ടോ എന്ന് ആരും വന്ന് നോക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റ് ഏതാണോ അതിനെ പറ്റിയിട്ട് എഴുതുക. ഈ ഡോഗിനെ പറ്റിയിട്ടാണെങ്കിൽ ഡോഗിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, വി ആർ മൂവിങ് ഓൺ നെക്സ്റ്റ് പേജ്. യെസ്, ദിസ് ഈസ് എ പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ചർ ഡിസ്ക്രിപ്ഷൻ അല്ലെ. പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമാണ്. ഏതൊരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പിക്ചർ ആണെങ്കിൽ നമുക്ക് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നമുക്ക് ഇത് ബ്യൂട്ടിഫുൾ പിക്ചർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ ഒരു സ്റ്റോം വന്നിട്ട് ഇവിടെ കുറേ ഹൗസസ് ഒക്കെ ഫെൽ ഡൗൺ അല്ലേ, വീണ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മരങ്ങളൊക്കെ ബ്രോക്കൻഡ് ആണ് അല്ലേ, പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ അവിടെ ഉള്ള ഒരു ബ്രിഡ്ജ് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ശോകമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റുന്നത്, നമുക്കറിയാം ഇവിടെ കാണുന്ന സാധനങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. There are 3 houses അല്ലേ. There are 3 houses. 3 വീടുകൾ അവിടെ ഉണ്ട് അല്ലേ. There are 3 houses. It was damaged by the storm അല്ലേ. It was damaged by the storm. സ്റ്റോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 3 houses എന്ത് ചെയ്തിട്ടുണ്ട്,
ഡാമേജ്ഡ് ആയിട്ട് അല്ലെ, ഇറ്റ് വാസ് ഡാമേജ്ഡ് ബൈ ദ സ്റ്റോം. ഇനിയോ ടു ബിഗ് ട്രീസ് അല്ലെ, ടു ബിഗ് ട്രീസ് എന്താ ചെയ്യുന്നത് അവിടെ, എന്ത് ചെയ്തിട്ടുണ്ട്, ടു ബിഗ് ട്രീസ് ആർ ഫെൽ ഡൗൺ, അല്ലെങ്കിൽ ടു ബിഗ് ട്രീസ് ആർ fell down അല്ലെങ്കിൽ fallen near the houses അല്ലെ, വീടിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ രണ്ട് മരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടി അങ്ങോട്ട് വീണിട്ടുണ്ട് എന്ന് പറയാം. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ, എ ഡോഗ്. എവിടെ ഡോഗ്, ഇതാ ഇവിടെ ഒരു ഡോഗിനെ കാണുന്നില്ലേ, എ ഡോഗ് lying in front of the house അല്ലെ, ഈ വീടിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോഗ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതേപോലെ തന്നെ വേറെന്താ ഇവിടെ കാണുന്നത്, പിന്നെ കൗസിനെ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, കൗസ് എന്താ ചെയ്യുന്നത്, അവർ ഗ്രാസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ പുല്ലൊക്കെ തിന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പറയാം. പിന്നെ അതേപോലെ തന്നെ സം ബേർഡ്സ് ആർ ഫ്ലൈയിങ് അല്ലെ, സം ബേർഡ്സ് ആർ ഫ്ലൈയിങ് എന്ന് പറയാം. ദർ ഈസ് എ ബ്രോക്കൺ ബ്രിഡ്ജ് അല്ലെ, ദർ ഈസ് എ ബ്രോക്കൺ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ അല്ലെ, ഇവിടെ ഒരു ബ്രോക്കൺ ബ്രിഡ്ജ് കാണുന്നുണ്ട് അക്രോസ് ദ റിവർ. ദർ ആർ സോ മെനി ഹിൽസ് അല്ലെ, ഇവിടെ ഈ ഹിൽസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്, കൗനെ പറ്റി നമ്മൾ പറഞ്ഞ്, വീട് പൊട്ടിയ 3 വീടിനെ പറ്റി നമ്മൾ പറഞ്ഞ്, പറക്കുന്ന ബേർഡിനെ പറ്റി നമ്മൾ പറഞ്ഞ്, പട്ടിയെ പറ്റി പറഞ്ഞ്, ഇവിടെ ഈ ഒരു സംഭവം അതിനെ പറ്റി പറഞ്ഞ്, ഹില്ലിനെ പറ്റി പറഞ്ഞ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് പറയാം അല്ലെ. നിയർ, അണ്ടർ അല്ലെ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്താണ്, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെയാണ്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിലാണ് അല്ലെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലാണ്, ഇൻ എന്ന് പറഞ്ഞാൽ അല്ലെ ഉള്ളിലാണ് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവർ, അണ്ടർ, ഇൻ, ഓൺ എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. യെസ് ഗൈസ്, നമ്മൾ പോവാണ് ആക്ടിവിറ്റി 6ലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആക്ടിവിറ്റി 6ൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് മോർ ലൈൻസ്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ ഓവർ ദ meadows, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് crows, let's fly in the sky, let's fly together over the mountains, let's fly like kites. അപ്പോൾ ഈ 2 വരികളാണ് എന്ത് ചെയ്യുന്നത്, മാറി വരുന്നത് അല്ലെ. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ആഡ് മോർ ലൈൻസ് തരുമ്പോൾ അതിൽ എല്ലാ വരികളും മാറ്റി എഴുതാനൊന്നും ഉണ്ടാവില്ല, അതിൽ 2 വരി കോമൺ ആയിട്ട് വരുന്നതായിരിക്കും, ബാക്കി 2 വരികൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റണം. നമുക്കിവിടെ ആ ഒരു സ്കൈയും ആ ഒരു മൗണ്ടെയിൻസും കൈറ്റ്സും ആ ഒരു സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. കുട്ടികൾ ഇത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടം പറത്തുന്നുണ്ട്, കൈറ്റ്സ് പറത്തുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ നല്ല മൗണ്ടെയിൻസ് കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഒരു ആ ഒരു ബന്ധപ്പെട്ടതാണ് അല്ലേ, ആ ഒരു ബന്ധപ്പെട്ടതായിട്ടുള്ള സംഭവമാകുമ്പോൾ ആ ബന്ധപ്പെട്ടതായിട്ടുള്ള വരികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. റെഡി? യെസ് ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. പസിൽസ്, ഇതേപോലെയുള്ള പസിൽസ് ഒക്കെ നമ്മളോട് ചോദിക്കാം. ഇങ്ങനെ പസിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. we are going ആക്ടിവിറ്റി 8ൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 9ൽ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും മക്കളെ അധികവും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ഒന്നാമത്തേത് നമ്മളിവിടെ നോക്കി, ഒന്നാമത്തേത് എന്താ ഇവിടെ വരുന്നത്, ഡോണ്ട് ലിറ്റർ അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തേതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോണ്ട് ലിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തേതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഇനിയോ രണ്ടാമത്തേത് നിങ്ങൾ അവിടെ നോക്ക്, രണ്ടാമത്തേത് എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്, അവോയ്ഡ് പ്ലാസ്റ്റിക്സ് അല്ലേ, അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നാച്ചർ അല്ലേ, അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നാച്ചർ അല്ലേ. ഇനി അടുത്തത് എന്താ, അടുത്തത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്താ, ഗ്രോ ഗ്രീൻ അല്ലേ, ഗ്രോ ഗ്രീൻ, പിന്നെയോ ഗോ ഗ്രീൻ അല്ലേ, ഗ്രോ ഗ്രീൻ ആൻഡ് ഗ്രോ ഗ്രീൻ. ഇനി അടുത്തത് സേവ് വാട്ടർ അല്ലേ, പൈപ്പ് കൂട്ടാൻ വേണ്ടി പറയല്ലേ, സേവ് വാട്ടർ, സേവ് വാട്ടർ, സേവ് ലൈഫ് അല്ലടാ, സേവ് ലൈഫ്. അപ്പോ ഈ സാധനങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ അതേപോലെ ഇവിടെ ഒരു സിമിലർ സ്ലോഗനും ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ,
റെഡി. അപ്പോൾ അതും എന്ത് ചെയ്യുക എൻ്റെ മക്കൾ, ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ ചാൻസസ് ഉള്ള ഒരു സാധനമാണ്. ഈ സാധനത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കുക. ഈ സാധനം പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് ബ്ലം ബ്ലിം 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 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ റെഡി. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇന്നത്തെ ചാപ്റ്റർ ഇത് ഈ ഒരു ചാപ്റ്ററൂടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഡയറി ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ ഡയറി, നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി. ഡയറിയുടെ ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ മക്കളെ, ഡയറിയുടെ ഒരു ഫോർമാറ്റ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഡയറിയുടെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഡയറിയും ഇമ്പോർട്ടൻറ്റിലേക്ക് നമ്മൾ പെടുത്തുകയാണ്, ഡയറിയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ റെഡി. പിന്നെ ഇവിടെ നമ്മൾ അല്ലേ, ഇവിടെ നമ്മൾ കാർട്ടൂൺസ്, മെയിൻ ഹെഡിങ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ കട്ട് പീസ് ഏതൊക്കെയാണ്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രോസ് വേർഡ്, പസിൽ അല്ലേ. ഓക്കെ റെഡി. ഇവിടെ കാർട്ടൂൺ ഏതാണ്, അഡ്വർടൈസ്മെന്റ് ഏതാണ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ഏതാണ്, ഹെഡ്ലൈൻ ഏതാണ്, ഇതാണ് സംഭവം. ഓക്കെ കാർട്ടൂൺ ഏതാണ്, അതിൽ കാർട്ടൂൺ ഏതാണ്, കണ്ടിട്ട് ഇതിൽ കാർട്ടൂൺ ഏതാണ്, കാർട്ടൂൺ ഏതാ തോന്നുന്നത്, ഏത് കണ്ടിട്ട് കാർട്ടൂൺ തോന്നുന്നത്, ഇതല്ലേ കാർട്ടൂണ് അല്ലേ, കാർട്ടൂൺ. ഇനി അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ ഏതാ, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലേ, ഇതൊരു ആഡ് ആണ്. അഡ്വർടൈസ്മെന്റ് ഷോർട്ട് ഫോം ആണ് ആഡ് എന്ന് പറയുന്നത്. പിന്നെ ഹെഡ്ലൈൻ, അതുപോലെ ടൈറ്റിൽ ഓഫ് ന്യൂസ് പേപ്പർ ഇതാണ്, ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഓക്കെ റെഡി. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ മക്കൾ നോക്കി വെക്കുക. അതേ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസിയിൽ എഴുതാൻ വേണ്ടി പറ്റണ്ടേ. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സൺഫ്ലവർ, ദിസ് ഈസ് എ സൺഫ്ലവർ, ഇറ്റ്സ് ബൈ യെല്ലോ കളർ, ഇറ്റ്സ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്, ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. ജസ്റ്റ് ഒന്ന് നോക്കുക, വലിയൊരു ഇതാക്കി പറയുന്നില്ല, ഒന്ന് നോക്കി വെക്കുക. ഓക്കെ റെഡി. വി ആർ മൂവിങ് ദ നെക്സ്റ്റ് ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. റെഡി. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, വെർ ഈസ് ദ ആക്ടിവിറ്റി? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കേഴ്സ് അല്ലേ, വർക്കേഴ്സ്, ഒരുപാട് ജോബ്സ് ഉണ്ട്. വി ഹാവ് സോ മെനി ജോബ്സ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, എൻ്റെ വീട്ടിൽ ഒരുപാട് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പലതരത്തിൽ ആളുകൾ ജോബുകൾ ചെയ്യുന്നുണ്ട്, അവർ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യാൻ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരോ പണിയായുധങ്ങളും വേണ്ടതുണ്ട് ഇല്ലേ. യെസ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജോബ്സ് എന്തൊക്കെയാണ്, അവരുടെ ടൂൾസ് എന്തൊക്കെയാണ് അല്ലേ. ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പെയിന്റർ ഉണ്ട്, സ്വീപ്പേഴ്സ് ഉണ്ട്, ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു ജോബ്, അതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കി വെക്കുക. ഓക്കെ റെഡി. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ജോബ്സ് എന്തിനാണ്, ജോബ്സ് ട്രീറ്റ് ദ പേഷ്യൻസ്. ടീച്ചർ ആണെങ്കിലോ, ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീച്ച് സ്റ്റുഡൻസ് അല്ലേ, കുട്ടികളെ ടീച്ചിങ് ആണ്, ടീച്ചിങ് ചെയ്യുക. അടുത്തതോ പെയിന്റർ ആണോ, പെയിന്റിങ് ദ വോൾ ആണ്. പിന്നെ അടുത്തത് സ്വീപ്പർ ആണെങ്കിലോ, സ്വീപ്സ് ദ ഫ്ലോർ ആണ് അല്ലേ, സ്വീപ്സ് ദ ഫ്ലോർ. ഇത് നമുക്ക് അറിയുന്നതല്ലേ. ഇങ്ങനെ നേരിട്ടൊന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കൂല, അതേ വന്നു കഴിഞ്ഞാൽ എഴുതാന്നുള്ളൊരു ജസ്റ്റ് ഒരു സംഭവമേ ഉള്ളൂ. ഓക്കെ റെഡി. ഇനി ആക്ടിവിറ്റി 3. അപ്പോൾ ഇവിടെ ഓരോ ആളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ടീച്ചറെ പറ്റി, ഐ ആം എ ടീച്ചർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്, ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു, ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. I am a tailor in the town. All day long I stitch a gown. It's my job. That's what I do. It's the job like I do. Okay, ready. ഇതേപോലെ തന്നെ നമുക്കൊരു അടുത്തതാണെങ്കിൽ പോലീസ്മാനെ പറയാം അല്ലേ. I am a police man in the town. ഇതേപോലെ തന്നെ നമുക്ക് മാറ്റാം അല്ലേ. All day long അല്ലേ. Okay, I catch thieves അല്ലേ. പറഞ്ഞൂടെ? യെസ്, അങ്ങനെ പറഞ്ഞൂടെ, അങ്ങനെ പറയാം അല്ലേ. ഓക്കെ ഇനി അടുത്തത് ഇറ്റ്സ് മൈ ജോബ് അല്ലേ. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു. അടുത്ത അടി സെയിം സാധനം തന്നെ അല്ലേ. എന്തോട്, ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. സെയിം സാധനം തന്നെ, താഴെയുള്ള സെയിം സാധനം തന്നെ. അതായത്
ഇവിടെ ടൈലർ എന്നുള്ളിടത്ത് എന്ത് ചെയ്ത് നമ്മൾ പോലീസ്മാൻ ആക്കി. പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ മാറ്റി. ആ ഒരു സംഭവം മാത്രം 2 വരിയിലെ 2 വേർഡ് മാത്രം മാറ്റി. ഇനി അവിടെ ഒരു പെയിന്റർ ആണ്, നമുക്ക് എന്ത് പറയാം, ഐ ആം എ പെയിന്റർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ലോങ് ഐ പെയിന്റ് വാൾസ് അല്ലേ. ഇനി സ്വീപ്പർ ആണെങ്കിലോ, ഐ ആം എ സ്വീപ്പർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ഐ സ്വീപ്സ് ഫ്ലോർ. ബാക്കിയൊക്കെ ഈ സെയിം സാധനം. ഇതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നും അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ രണ്ട് സാധനം ഉണ്ടല്ലോ, ഇത് മാത്രം മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഡോക്ടറെ പറ്റി എഴുതാം, പിന്നെ ടൈലറെ പറ്റി എഴുതാം, ടീച്ചറെ പറ്റി എഴുതാം, പോലീസുകാരനെ പറ്റി എഴുതാം, പിന്നെ ആരെ പെയിന്ററെ പറ്റി എഴുതാം. ആരെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഈ 2 സാധനം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, യെസ് ഗൈസ്, റെഡി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഡ്രോ ആൻഡ് സ്പീക്ക് ആണ്. ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ്. ഓക്കെ, ദ ഫാമർ ഓൾസോ കംപ്ലീറ്റഡ് ദ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 5 ഡ്രോ ആൻഡ് സ്പീക്ക് ആണ്. അപ്പം വരാൻ ചാൻസ് കാണുന്നില്ല. പഠിക്കണ്ട ഞാൻ പറയൂല കേട്ടോ. ഞാൻ അതേ പറയുന്നത് അതാണ്, പഠിക്കണ്ട എന്നൊരിക്കലും ഞാൻ പറയൂല. ഇവിടെ തോട്ട്സ് മക്കളെ, തോട്ട്സ് ആക്ടിവിറ്റി 7 ഈ ഒരു തോട്ട്സ് അല്ലേ, ഈ ഒരു തോട്ട്സ് എൻ്റെ മക്കൾ എന്തായാലും നോക്കി. തോട്ട്സ് നമുക്ക് എഴുതാൻ വേണ്ടിയാണ്. തോട്ട്സ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. തോട്ട്സ് വരാൻ, ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് എ വെരി ഹാപ്പി ഡേ ഫോർ മീ ടുഡേ, ഐ വെന്റ് ടു അല്ലേ, ഞാൻ പോയിരുന്നു. എവിടെയാ പോയത്? ഐ വെന്റ് ടു മൈ സ്കൂൾ ഏർലി 6 o'clock. ദേ ആർ സോ മെനി ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ എഴുതുന്നത്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ആ സംഭവം തോട്ട്സ് അല്ലേ, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. റെഡി, യെസ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 9 നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 9 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫോമർ ഡിസ്ക്രൈബ് ദ സീൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, സീനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ദിസ് ഈസ് എ ഫെസ്റ്റിവൽ അല്ലേ, ഫെസ്റ്റിവൽ സീൻ. There is an elephant, so many balloons are flying, there is a giant wheel, so many shops are there, so many sweets are sellers, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒക്കെ there is a tree, teddy bears, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ചിത്രത്തിൽ എന്താണോ കാണുന്നത് ആ സാധനം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, റെഡി, യു ആർ മൂവിങ്. Oh my gosh, a farmer lived in the village. He was hard working. The kings on the throne, he wondered. Okay, ready. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Narrate the story in your words, draw the picture well. ഇതൊന്നും നോക്കണ്ടെന്നല്ല കേട്ടോ സാർ, ഇതൊന്നും നോക്കിയില്ല, ഇതൊക്കെ അടിച്ചു വിട്ട് പോയിക്കോന്ന് അങ്ങനെയൊന്നല്ല കേട്ടോ. നിങ്ങളെ ടീച്ചേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടാകും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം, ചെയ്യണം, സംഭവങ്ങളൊക്കെ. ആ സാധനങ്ങളും കൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അത് ആ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്, അതെന്തായാലും മറന്നു പോകണ്ട. ആ സാധനങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസസ് ഉള്ള സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാധനങ്ങൾ എന്തായാലും പഠിക്കുക, ഉഷാറാക്കുക, പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ് ഗായ്സ്.